ഹലോ നമസ്കാരം, എല്ലാവർക്കും അമ്മാൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ജ്യൂസ് ആട്ടോ ഉണ്ടാക്കണേ. ഏതായാലും നമ്മൾ നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കഷ്ണം ചിരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് തണുത്ത പാല്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ചിരങ്ങ വൃത്തിയായി തോല് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരു ഞാൻ കളയുന്നില്ല, കാരണം അത് ഇളയ ചിരങ്ങ ആയതുകൊണ്ട് കുരു കളയേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ മൂത്ത ചിരങ്ങയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞോളൂ. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചുള്ള ചിരങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഏലക്കായ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലൊരു പകുതി ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ തണുത്ത പാല്, ഞാനൊരു പകുതിയാണ് ഒഴിക്കുന്നത്. അത് അരച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ബാലൻസ് വരുന്ന പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിരങ്ങ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ബാലൻസ് വരുന്ന ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക്